അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് മെസ്സേജസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിപ്ലൈ തരണമെന്ന് വിചാരിച്ചു. അതായത് ഇതെന്താ സുരേഷ് ഗോപി മാത്രമേ ഇങ്ങനെ പെരുമാറുന്നുള്ളൂ, അപ്പം പിണറായി വിജയൻ ചെയ്തതും പറയുന്നതൊക്കെ ശരിയാണോ, രണ്ട് നീതി നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റ് വന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു, അതിനൊരു മറുപടി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സുരേഷ് ഗോപി ഇന്നലെ വളരെ പിന്നെ മോശമായ രീതിയിൽ മാധ്യമപ്രവർത്തകരോട് പെരുമാറി അവരെ തള്ളിയിടുകയും അവരോട് കയർത്ത് സംസാരിക്കുകയും ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് കണ്ടത്. അപ്പോൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരാളുടെ ദേഹത്ത് തൊട്ട് പിന്നെ കളിക്കാൻ, ഒരാളുടെ ദേഹത്ത് തൊട്ട് പെരുമാറാനോ ഉപദ്രവിക്കാനോ ഉള്ള ഒരവകാശം ആർക്കും ഇല്ല അല്ലേ. അതൊക്കെ ശരിക്കും നിയമത്തിന് എതിരാണ്. ശാരീരികമായിട്ടുള്ള ഒരു ഉപദ്രവവും ആരെയും ചെയ്യാൻ ആർക്കും അനുവാദമില്ല. അതുപോലെ തന്നെ അന്ന് രാവിലെ തന്നെ എന്നെ ഒത്തിരി റൂഡായിട്ടുള്ള സംസാരമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വന്നത്. നിങ്ങൾ എന്നെ മാധ്യമങ്ങൾ എന്നെ നിങ്ങളുടെ തീറ്റയല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കയർത്ത് സംസാരിച്ചു. അതിന് പകരമായിട്ട് എത്ര മാന്യമായിട്ട് പുള്ളിക്കാരനെ സംസാരിക്കുക അല്ലേ. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഇപ്പം സിനിമയിൽ ജീവിക്കുന്ന പോലെ രാഷ്ട്രീയത്തിലും പൊതു സ്ഥലത്തുമൊക്കെ പെരുമാറുന്നെന്ന് പുള്ളിക്കാരൻ വിചാരിക്കുന്നത് ഇപ്പോഴും സിനിമയിൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നത്. പിണറായി വിജയന് കാര്യം നോക്കി, പിണറായി വിജയൻ നല്ലതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അല്ലേ. ഞാനങ്ങനെ എനിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകാറില്ല, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അധികം പറയാറില്ല എന്നുള്ളൂ. എന്നാൽ ഈ നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ നിധിയിലേക്കുള്ള പൈസ കൊടുക്കുന്നതിനെക്കുറിച്ചും അത് ചെലവഴിക്കുന്നതിനെക്കുറിച്ച് വഴിമാറ്റി ചെലവഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് എതിരഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പിണറായി വിജയനെയും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും, ന്യായമില്ലാത്ത കാര്യങ്ങൾ അന്യായമായിട്ടുള്ളതിനെതിരെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നീതിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപി അങ്ങനെ പെരുമാറിയത്. ഈ സുരേഷ് ഗോപിയുടെ പെരുമാറ്റവും വർത്തമാനവും ഒക്കെ ശരിയാ. ഒരു അധികാരം പ്രയോഗിക്കേണ്ട സ്ഥലത്താണെങ്കിൽ അത് ശരിയാണ്. ഇപ്പം പോലീസ് ഓഫീസർ വല്ലതും ആണെങ്കിൽ ഇതൊക്കെ ശരിയാ. മന്ത്രിയാണെന്നുണ്ടെങ്കിൽ മന്ത്രിമാരെല്ലാവരും ഇങ്ങനെ റൂഡായിട്ടാണ് പെരുമാറുന്നത്. മന്ത്രിയാണേലും നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക അല്ലേ. ഇപ്പം ആ ദേഷ്യപ്പെടുകയും മനുഷ്യരെ ഉപദ്രവിക്കുകയും ചെയ്ത സമയത്ത് പറയാം, എനിക്ക് തിരക്കുണ്ട്, എനിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് പോകണം, നിങ്ങൾ എൻ്റെ വഴി മുടക്കരുത്, മാറി നിൽക്കാൻ നല്ല രീതിയിൽ പറയാം അല്ലേ. അതുപോലെ തന്നെ പറയാം, ഇപ്പം എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്, ഞാൻ കേന്ദ്രമന്ത്രിയല്ലേ, നിങ്ങൾ പിന്നെ കേന്ദ്ര കേരളത്തിലെ മന്ത്രിമാരോട് ചോദിക്കുക, അങ്ങനെയൊക്കെ പറയാം അല്ലേ. അപ്പം സുരേഷ് ഗോപിയോട് ചോദിക്കാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കേന്ദ്രമന്ത്രി മാത്രമല്ല, ഒരു സിനിമാ പ്രവർത്തനം, ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും ആൾക്കാർ, ശരിക്കും ചോദിക്കും. മാധ്യമപ്രവർത്തകർ ശരിയാ, പലർക്കും ചോദിച്ച കാര്യങ്ങൾ തന്നെ ചോദിച്ച് പല പ്രാവശ്യം ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ ആണെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വെച്ച് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാനറിയാം. ചില സമയത്തൊക്കെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അവസരത്തിനെടുത്ത് സംസാരിക്കാനൊക്കെ അറിയാവുന്ന ആളാണ് സുരേഷ് ഗോപി. അല്ലാതെ ഏത് സമയം ഇങ്ങനെ തന്നെയൊന്നുമല്ല പെരുമാറുന്നത്. ഞാൻ പറഞ്ഞ ഇവരെല്ലാവരും, പിണറായി വിജയനാണേലും മാധ്യമങ്ങളെ കടക്ക് പുറത്തൊന്നും പറഞ്ഞിട്ട് പുറത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ജനങ്ങളുടെ നേരെ കയർത്ത് സംസാരിക്കുക, ഇവർക്കൊക്കെ മാന്യമായിട്ട് സംസാരിച്ചാൽ എന്താ കുഴപ്പം. അതിനൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇവർ വരുന്നതും ആൾക്കാരെ പെരുമാറുന്നത് കാണുകയും ചെയ്യുന്നവരല്ലേ. ഇവിടെയൊക്കെ വന്ന് ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ അധികാരികളും നമ്മളൊരു ഓഫീസിൽ ചെന്നപ്പോൾ അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നതെന്ന് അതാണ് ഇവർ വന്ന് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ പെരുമാറണം ജനങ്ങളോട്, എങ്ങനെ ഒരു പൊതുവേദിയിൽ ഒരു പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പഠിക്കാനുണ്ട്. അല്ലാതെ ഇവർ എപ്പോഴും വിദേശ ടൂറൊക്കെ നടത്തുന്നുണ്ട് അല്ലേ. എങ്ങനെ പെരുമാറണം അല്ലെ, എന്തൊക്കെ അവിടെ നിന്ന് എന്തെല്ലാം പഠിക്കാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് ഇവർ പഠിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊന്നും ആരും പഠിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമാ നടന്മാരാണെങ്കിലും എല്ലാവരും വിദേശത്തുകളിലൊക്കെ ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നവർ. അപ്പോൾ അവരിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത്,
എങ്ങനെ മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളവരെല്ലാം കണ്ടുപഠിച്ചിട്ട് അത് മാതൃകയാക്കണം ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള റൂഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ റൂഡായിട്ട് പെരുമാറുന്നത് ഒരു ഗമയല്ല. ചിലരൊക്കെ വിചാരിക്കുന്നത് ഞാനിങ്ങനെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ പെരുമാറുന്നത് നല്ലതാണെന്നാണ്. അത് നല്ലതല്ല. അത് പരിഷ്കൃത സമൂഹത്തിന് ഇണങ്ങിയതല്ല. അതുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യം എന്നോട് ചോദിക്കാവുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം മുഴുവൻ ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയേണ്ട കാര്യങ്ങൾ, പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നമുക്ക് ചോദിച്ചിട്ട് കാര്യമില്ല. അവരോട്ട് പറയാനും പോകുന്നില്ല സത്യസന്ധമായ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിന് യോജിച്ചതല്ലാത്ത മറുപടിയൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റുള്ളവർ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടോളൂ. ഞാൻ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ അതിനുള്ള മറുപടി കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാനത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്.